മൈൻഡ് റീപ്രോഗ്രാമിംഗ് പ്രോഗ്രാമിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളെ മനസ്സിൽ എന്താണുള്ളത്? ഒരു നിമിഷം ഒന്ന് ആലോചിച്ച് നോക്കി. നിങ്ങളുടെ മനസ്സിൽ പ്രിഡോമിനന്റ് ആയിട്ട് അല്ലെങ്കിൽ സിഗ്നിഫിക്കന്റ് ആയിട്ട് നിങ്ങളുടെ മൈൻഡിലുള്ള കാര്യം എന്താണ്? അതാണ് നിങ്ങളുടെ ലൈഫ്. അതായത് ചിലപ്പം ഇനി നാളെ എന്താണെന്നുള്ള കൺഫ്യൂഷൻ ആണെങ്കിൽ, അല്ലെങ്കിൽ ഒരു വ്യക്തതയില്ലാത്ത എന്തോ വരുന്നത് പോലെ വരട്ടെ എന്നുള്ളതാണെങ്കിൽ, അതല്ലെങ്കിൽ ഒരു കൂട്ടം സംശയങ്ങളാണെങ്കിൽ, ഇനി ഒരു സെറ്റ് ഫിയേഴ്സും പേടിയാണെങ്കിൽ, കുറെ സംശയങ്ങളാണെങ്കിൽ, അത് തന്നെയാണ് നമുക്ക് നാളെ കിട്ടാൻ പോകുന്നത്. ഇന്നലകളിൽ നമ്മളുടെ മനസ്സിലൂടെ കടന്നുപോയ കാര്യങ്ങളുടെ പ്രതിഫലനമാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ജീവിതം. നമ്മൾക്ക് എന്താണോ വേണ്ടത്, എത്ര നേരമാണോ നമ്മൾ അതിനു വേണ്ടി സ്പെൻഡ് ചെയ്യുന്നത്, അതിനു വേണ്ടി ശ്രദ്ധിക്കുന്നത്, ഫോക്കസ് കൊടുക്കുന്നത്, അതാണ് നമ്മുടെ ലൈഫായി മാറുന്നത്. മനസ്സിനെ പ്രോഗ്രാം ചെയ്യുന്നതിന്റെ പ്രധാന ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ മെച്ചപ്പെട്ട റിസൾട്ട് ഉണ്ടാകണം. അതാണ്. മെച്ചപ്പെട്ട റിസൾട്ട് ഉണ്ടാകണമെങ്കിൽ മെച്ചപ്പെട്ട ആക്ഷൻസ് ചെയ്യണം, പ്രവൃത്തി ചെയ്യണം. മെച്ചപ്പെട്ട പ്രവൃത്തികൾക്ക് നമ്മൾ കമ്മിറ്റ്മെന്റ് വേണം. അതിനുവേണ്ടി നമ്മൾ വർക്ക് ചെയ്യണം, അതിനുവേണ്ടി ചിന്തിക്കണം, പ്ലാൻ, സ്ട്രാറ്റജി ഒക്കെ വേണം. അതിനു മുൻപ് വേണ്ട ഒരു കാര്യമാണ് ക്ലാരിറ്റി, അല്ലെങ്കിൽ എന്താണ് വേണ്ടത് അത് മനസ്സിലേക്ക് കൊടുക്കുക എന്നുള്ളത്. അതൊരു വിത്തിടുന്ന പോലെ, ഒരു കൃഷിക്കാരൻ തന്റെ കൃഷിയിടത്തില് വിത്തിടുന്നത് പോലെ നമ്മൾക്ക് നാളേക്ക് വേണ്ട കാര്യത്തെ ഇന്ന് നമ്മുടെ മനസ്സിലേക്ക്, നമ്മുടെ ഉപബോധ മനസ്സിലേക്ക് കൊടുക്കണം. ഉപബോധ മനസ്സെന്ന് പറയുന്ന ഒരു അടിമയാണ്, ഒരു സ്ലേവാണ്. ആ ഉപബോധ മനസ്സിന് നമ്മൾ എന്ത് കൊടുക്കുന്നുവോ അത് നമുക്ക് തിരിച്ചു തരും. അപ്പൊ നമുക്ക് ആവശ്യമുള്ളത് കൊടുക്കുക എന്നുള്ളതാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടുന്നത്. ഒരു നാളത്തേക്ക് വേണ്ടിയുള്ള ഒരു പ്രിപ്പറേഷൻ, നാളത്തേക്ക് വേണ്ടി നമ്മൾ ഇന്ന് ചെയ്യുന്ന ഏറ്റവും മഹത്തായ പ്രവൃത്തി നാളെ എന്ത് വേണം എന്നുള്ള ഒരു ക്ലാരിറ്റിയാണ്. 97% ജനങ്ങളും ജീവിതത്തിൽ ആഗ്രഹിക്കുന്നത് ഒന്നും എടുക്കാൻ കഴിയാത്തതിന്റെ പ്രധാന കാരണം ആഗ്രഹം മാത്രമേ ഉള്ളൂ. ആ ആഗ്രഹത്തെ ഗോളുകളാക്കി മാറ്റണം. എന്താണ് ഗോൾ? ആഗ്രഹവും ഗോളും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? നമുക്ക് കുറേ ആഗ്രഹങ്ങൾ ഉണ്ടാവും ജീവിതത്തിൽ. എനിക്ക് ഉയർന്ന നിലയിലെത്തണം, ജീവിതത്തിൽ ഒരുപാട് സമ്പാദിക്കണം, എനിക്ക് കുറെ നേട്ടങ്ങൾ ഉണ്ടാക്കണം, സമ്പന്നനാകണം, ഇതൊക്കെ നമ്മുടെ മനസ്സിലുണ്ട്. പക്ഷെ രണ്ട് കാര്യങ്ങൾ വളരെ പ്രധാനമാണ്. അത് ഗോളായി മാറണമെങ്കിൽ, ഇല്ലെങ്കിൽ അത് ആഗ്രഹം തന്നെയായി മാറും. ആഗ്രഹം തന്നെ ആയി നമ്മുടെ ഉള്ളില് ചിലപ്പോൾ നമ്മൾ ഓർക്കും, ചിലപ്പോൾ ഓർക്കാതെ പോവും. സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് എത്തണമെന്നില്ല, വല്ലപ്പോഴും ഓർക്കുന്ന ഒരു കാര്യമായി മാറും. ആ രണ്ട് കാര്യങ്ങളാണ് ഹൗ മച്ച് ബൈ വെൻ. രണ്ട് കാര്യങ്ങളാണ് ഹൗ മച്ച് ബൈ വെൻ. അതായത് നമുക്ക് എന്താണ് വേണ്ടത്, എത്രയാണ് വേണ്ടത്, എപ്പോഴാണ് വേണ്ടത്, ഹൗ മച്ച് ബൈ വെൻ. ഇതിന് ക്ലാരിറ്റി ഉണ്ടെങ്കിൽ, ഇത് കൃത്യമായിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ കഴിഞ്ഞാൽ, അത് എഴുതി വെക്കാൻ കഴിയണമെങ്കിൽ നമ്മളുടെ ഗോളായി. അതായത് ആഗ്രഹങ്ങളിൽ നിന്ന് ഗോളിലേക്ക് മാറി. എന്തുകൊണ്ടാണ് പലരും ഗോൾ സെറ്റ് ചെയ്യാത്തതെന്ന് അറിയാമോ? ഒന്നാമതായി അവർക്ക് ഭയമാണ്, ഫിയർ ഓഫ് ഫെയിലുവർ, അല്ലെങ്കിൽ എനിക്കത് കഴിയുമോ എന്നുള്ള സംശയങ്ങളാണ്. അതുകൊണ്ടാണ് ഗോള് സെറ്റ് ചെയ്യാൻ പലരും ഗോള് സെറ്റ് ചെയ്ത് വെക്കാത്തത്. ഇപ്പൊ പക്ഷേ ഒരുപാട് പേര് പേഴ്സണൽ ഡെവലപ്മെന്റ് ഇൻഡസ്ട്രി ഇത്രയും പുരോഗമിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ എല്ലാവരും ഗോള് സെറ്റ് ചെയ്യാൻ അറിയാം അവർ അത് ചെയ്യുന്നുണ്ട്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റമോ, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ നിന്നോ, അല്ലെങ്കിൽ വേറെ എവിടെ നിന്നോ, അല്ലെങ്കിൽ നമ്മൾ പഠിച്ച കോളേജുകളിൽ നിന്നോ സ്കൂളിൽ നിന്നോ അവിടെയൊന്നും ഈ ഗോൾ സെറ്റിംഗ് എന്ന് പറയുന്നൊരു പ്രോസസ്സേ പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് ഒരുപാട് പേർക്കും അതിന്റെ എങ്ങനെയാണ് അത് ഗോൾ സെറ്റ് ചെയ്യുക, ഗോൾ സെറ്റ് ചെയ്യേണ്ടതിന്റെ ഇമ്പോർട്ടൻസ് അറിയില്ല. ലൈഫിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഗോൾ സെറ്റിംഗ്. ഗോൾ സെറ്റ് ചെയ്യുന്നത് കൊണ്ട് എങ്ങനെയാണ് മൈൻഡിനെ റീപ്രോഗ്രാമിംഗ് ചെയ്യുന്നത്? ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമുള്ളതിലേക്ക് മൈൻഡ് പ്രോഗ്രാംഡ് ആവും. അതിലേക്ക് ഫോക്കസ് ചെയ്യാൻ മനസ്സ്, സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് നമ്മൾ നിരന്തരം ആ ഗോളിനെ കുറിച്ചുള്ള ചിന്തകളും, അതിനു വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന എഫേർട്ടും, അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന പ്രാക്ടീസുകളും മനസ്സിന് ആവശ്യമുള്ളതിലേക്ക് ഫോക്കസ് ചെയ്യാൻ വേണ്ടി പ്രോഗ്രാം ചെയ്യും. ഗോൾ സെറ്റിംഗ് മൈൻഡിന്റെ റീപ്രോഗ്രാമിങ്ങിന് ഏറ്റവും അത്യാവശ്യമുള്ളതും പവർഫുള്ളുമായിട്ടുള്ള ഒരു ടൂളാണ്. എങ്ങനെയാണ് ഗോൾ സെറ്റ് ചെയ്യേണ്ടുന്നത്? അത് നമുക്ക് ഏതൊക്കെ ഏരിയയിലാണ് വേണ്ടതെന്ന് നോക്കാം. കരിയർ, ഹെൽത്ത്, വെൽത്ത്, റിലേഷൻഷിപ്പ്,
അതുപോലെ തന്നെ സ്പിരിച്വൽ, നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങൾ വാല്യൂ ചെയ്യുന്നത്, നിങ്ങൾക്ക് അത്യാവശ്യം വേണ്ട 5 കാര്യങ്ങൾ, മിനിമം 5 ഏരിയയിലെങ്കിലും ഗോൾ സെറ്റ് ചെയ്യണം. ഉദാഹരണം പറയുകയാണെങ്കിൽ കരിയറിൽ അടുത്ത ഒരു വർഷം കൊണ്ട് എവിടെ എത്തണം, പുതിയ ജോബ് അന്വേഷിക്കുന്നവരാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ബിസിനസ്സിൽ നെക്സ്റ്റ് ലെവലിലേക്ക് പോകണം ആണെങ്കിൽ അങ്ങനെ, ഹൗ മച്ച് ബൈ വെൻ, ഇതാണ് അതിന്റെ ഇക്വേഷൻ. എത്ര വേണം, എന്ന് വേണം. ഈ 2 കാര്യങ്ങൾ ഗോൾ സെറ്റ് ചെയ്യുന്നതിന്റെ പ്രിഡോമിനന്റ് ആയിട്ടുള്ള ഒരു റൂളാണ് ഇത്. ഈ റൂൾ അപ്ലൈ ചെയ്ത് വേണം നമ്മൾ എഴുതാൻ. ഹെൽത്തിൽ നിങ്ങൾക്ക് 1 ഇയർ ആകുമ്പോൾ നിങ്ങൾ എങ്ങനെയായിരിക്കണം, വെയിറ്റ് റെഡ്യൂസ് ചെയ്യണോ, ട്രിം ആവണോ, ഫിറ്റ് ആവണോ, എത്രത്തോളം കുറയണം, ഹൗ മച്ച് ബൈ വെൻ, എന്നത്തേക്ക്. ഇപ്പൊ 2024 ഡിസംബറിലേക്ക് എത്രയാണ് കുറയേണ്ടത്. അതുപോലെ ഓരോ ഏരിയയിലും ഹാപ്പിനെസ്സിലാണെങ്കിലും കോൺട്രിബ്യൂഷനിലാണെങ്കിലും അതിലൊക്കെ നിങ്ങൾക്ക് എന്ത് ഗോളാണ് വേണ്ടത്, എന്ത് ഡ്രീമാണുള്ളത്, അതൊക്കെ ഗോളാക്കി മാറ്റുക. ഇങ്ങനെ ഹൗ മച്ച് ബൈ വെൻ എന്ന് ചിന്തിച്ചുകൊണ്ട് നിങ്ങൾ എഴുതുമ്പോൾ അടുത്ത 6 മാസത്തേക്കോ 1 വർഷത്തേക്കോ 3 വർഷത്തേക്ക് 5 വർഷത്തേക്ക് 10 വർഷത്തേക്ക് ഇങ്ങനെ ഗോൾ സെറ്റ് ചെയ്യാം. അത് നമ്മൾ എഴുതി പ്രിപ്പയർ ചെയ്യണം എന്നുള്ളതാണ്. ഇതാണ് ഗോൾ സെറ്റിംഗിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം. അപ്പൊ ആദ്യം നമ്മൾ ഈ 2 പോയിന്റ് ശ്രദ്ധിക്കുക. ഈ ഗോൾ ഇങ്ങനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിനെ നമ്മൾ ഭംഗിയായിട്ട് എഴുതി വെക്കുക. മിനിമം 5 ഏരിയയിലെങ്കിലും ഗോൾ ഉണ്ടായിരിക്കണം. 5 പ്രധാനപ്പെട്ട ഗോൾ. ഇപ്പൊ 6, 7, 8 എണ്ണം നിങ്ങൾക്ക് സെറ്റ് ചെയ്യുന്നാലും കുഴപ്പമില്ല. 8 ഏരിയയിലൊക്കെ നമുക്ക് ഗോൾ സെറ്റ് ചെയ്യുന്നതുകൊണ്ട് അതിന് പ്രശ്നമില്ല. 5 ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 5 ഗോളുകൾ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യണം. ഏറ്റവും പ്രധാനപ്പെട്ട പ്രയോറിറ്റൈസ് ചെയ്ത് 5 എണ്ണം. ഈ 5 എണ്ണം എന്റെ ലൈഫിൽ അടുത്ത വർഷം എനിക്ക് സാധിക്കണം എന്നുള്ള 5 എണ്ണം നിങ്ങൾ സെലക്ട് ചെയ്യുക. ഇനിയാണ് ഏറ്റവും ഗോൾഡൻ റൂൾ ഉള്ളത്. ആ ഗോൾഡൻ റൂൾ ഇതാണ്, ഗോൾ സെറ്റിംഗിന്റെ ഗോൾഡൻ റൂൾ. ഈ റൂള് നിങ്ങൾ അപ്ലൈ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഗോൾ അച്ചീവ് ചെയ്യാൻ പറ്റും. ഒരു ദിവസം പോലും നിങ്ങൾ മിസ് ചെയ്യാതെ 365 ഡേയ്സ് നിങ്ങൾ ഈ 5 ഗോളുകൾ എഴുതുക എന്നുള്ളതാണ്. റൈറ്റിംഗ് ആൻഡ് റീഡിംഗ് 2 പ്രോസസ്സ് ഒരുമിച്ച് നടത്തണം. അതിന് ഭംഗിയുള്ള ഒരു ബുക്ക് വാങ്ങി വെച്ച് നിങ്ങൾ സെലക്ട് ചെയ്യുന്ന 5 ഗോൾ, പ്രയോറിറ്റി ചെയ്തിരിക്കുന്ന 5 ഗോൾ എല്ലാ ദിവസവും രാവിലെ എഴുതുക. എഴുതുന്ന സമയത്ത് ഒന്ന് വായിച്ച് എഴുതുക. ഈ 5 കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ഉദ്ദേശിക്കുന്ന സമയത്ത് നടന്നിരിക്കും. ഇതാണ് ഗോൾ സെറ്റിംഗിന്റെ ഏറ്റവും ഭംഗിയുള്ള സീക്രട്ട് റൂൾ എന്ന് പറയുന്നത്. ഇത് നിങ്ങൾ അപ്ലൈ ചെയ്ത് നോക്കുക. ഡെയിലി ഇത് വായിക്കുന്നത് കൊണ്ട്, എഴുതുന്നത് കൊണ്ട് 2 കാര്യങ്ങൾ, നമ്മൾ വിഷ്വൽ, ഓഡിറ്ററി, കിനസ്തെറ്റിക് 3 സെൻസ് ഓർഗനും അപ്ലൈ ചെയ്യുന്നത് കൊണ്ട് സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് പ്രോഗ്രാംഡ് ആവും. അവിടെ അങ്ങ് രജിസ്റ്റർ ചെയ്യും. ഒരു കാര്യം. 2, നമ്മുടെ ഫോക്കസ് ഇതിലേക്ക് തന്നെ നിൽക്കും. 3, ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങൾ ഡേ ടു ഡേ ലൈഫിൽ നമുക്ക് സംഭവിക്കും. 4, നമ്മളുടെ എനർജി ഹൈ ലെവലിൽ നിൽക്കും, നെഗറ്റീവിലേക്കൊന്നും പോയില്ല. 5, എളുപ്പം നമുക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കും. സോ അങ്ങനെ ഗോൾ സെറ്റ് ചെയ്ത് ലൈഫിൽ അടുത്ത ലെവലിലേക്ക് പോകാൻ അവർക്ക് നേരിട്ട് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഹാവ് എ ഗ്രേറ്റ് ഡേ.